നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതാണ് കൊടൈക്കനാൽ. കൊടൈക്കനാൽ ഒരു 5 റൂമുള്ള ഒരു ചെറിയ സുന്ദരൻ പ്രോപ്പർട്ടിയിലാണ് നമ്മളുള്ളത്. ഇതൊരു വിൻറ്റേജ് ടൈപ്പാണ്. ഇതിൻ്റെ പേരാണ് താജ്മഹൽ വിൻറ്റേജ് വില്ല കൊടൈക്കനാൽ. അപ്പോൾ ഇതാണ് കേട്ടോ താജ്മഹൽ വിൻറ്റേജ് വില്ലയുടെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം, ഈ പ്രോപ്പർട്ടി മുഴുവനായിട്ട് കാണാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ 5 റൂമേ ഉള്ളൂ. ഇത് വിൻറ്റേജ് വില്ലയാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതാണ് കൊടൈക്കനാൽ വിൻറ്റേജ് താജ്മഹൽ വിൻറ്റേജ് വില്ലയുടെ ലിവിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത്. വലിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലുള്ള 5 റൂമിനും കൂടി കോമൺ ആയിട്ടുള്ളതാണ്. ഈ താജ്മഹൽ വിൻറ്റേജ് വില്ല കൊടൈക്കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഫാമിലി പാക്കേജുകൾക്കാണ്. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 30-35 പേരുള്ള ഒരു ഗ്രൂപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 4-5 റൂമുകളിലും ഈ ലിവിങ് സ്പേസിലുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ഫാമിലി ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് ഫാമിലി ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ താജ്മഹൽ വിൻറ്റേജ് വില്ലയുടെ കോമൺ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതാണ് ഇവിടെയാണ് താജ്മഹൽ വിൻറ്റേജ് വില്ല കൊടൈക്കനാൽ. അപ്പോൾ അവിടെ നമ്മൾ ഒരു സമയം 1 മണിയായപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ലഞ്ച് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തു. 2 ലെമൺ റൈസും 2 കേർഡ് റൈസുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലാണ്. ഒരു കെയർ ടേക്കർ ഉണ്ട്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് ആ ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫുഡായിട്ടാണ് ഇതേവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഓർഡർ ചെയ്തത് കേർഡ് റൈസും ലെമൺ റൈസും ആണ്. പക്ഷെ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഫാമിലി ഡൈനിങ് ഏരിയയുടെ 2 സൈഡിലേക്കും 2 ഡോറുകൾ കാണാം. ഓരോ റൂമുകളിലേക്കുള്ള എൻട്രൻസ് ആണത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഈ താജ്മഹൽ വിൻറ്റേജ് വില്ലയുടെ ഒരു ഡബിൾ റൂമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണാൻ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഫർണിച്ചറൊക്കെ നോർമൽ ഫർണിച്ചർ മാത്രമാണ്. ആക്ച്വലി ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എൻ്റെ റൂമിൻ്റെ വലിപ്പമൊന്നും അറിയില്ലാത്ത കാരണം നമ്മൾ 2 റൂം ബുക്ക് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വലിയ റൂമുകളാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ ഒരു റൂമിൽ തന്നെ ഞങ്ങൾക്ക് കഴിയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്തത് 2 റൂമാണ്. അപ്പോൾ അതിലൊരു റൂമാണിത്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു വിൻറ്റേജ് വില്ലയാണ്. നമുക്കൊരു പഴമ ഇവിടെ ഫീൽ ചെയ്യും. പക്ഷേ നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ, നല്ല എന്താ പറയുക, നല്ലൊരു കെയർ ടേക്കർ ഉണ്ട് ഇവിടെ. അതുപോലെ നല്ല ഫുഡാണ്, നല്ല വ്യൂ ആണുള്ളത്. നിങ്ങളൊരു ലക്ഷറി ആയിട്ടുള്ള താമസമോ സ്റ്റാർ ഹോട്ടലിലെ താമസമോ പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസോ ഒക്കെയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഹോട്ടൽ സെലക്ട് ചെയ്യരുത്. നമ്മുടെ അടുത്ത മുറിയിലേക്ക് നമുക്ക് പോകാം. ഇതൊരു ഇൻ്റർ കണക്റ്റഡ് 3 ബെഡഡ് റൂമാണ്. 3 ബെഡ് ഉണ്ട് ഇവിടെ. ഇൻ്റർ കണക്ഷൻ ഉണ്ട് ഈ 2 റൂമും തമ്മിൽ. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് കാരണം ഇതിന് പുറത്തേക്ക് ഒരു വഴിയുണ്ട്. ഈ 3 ബെഡഡ് റൂമിലുണ്ടല്ലോ 7 പേരെ വരെ സുഖമായിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. യാതൊരു ടൈറ്റും ഇല്ലാണ്ട് തന്നെ 7 പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും. ഇതിൻ്റെ ബാത്റൂമും ഇതുപോലെ തന്നെ സ്പേഷ്യസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇവിടെ വന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് പുറത്തേക്കൊന്നും പോയില്ല, ഇവിടെ തന്നെ കഴിയുക ചെയ്തത്. അങ്ങനെ ഈ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ റിസോർട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ താജ്മഹൽ വിൻറ്റേജ് വില്ലയുടെ പുറത്തുള്ള ഒരു ചെറിയ ഗാർഡനാണ് കേട്ടോ ഇത്. ഇവിടെ കുറച്ച് പേർക്ക് നമുക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചെറിയൊരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ ഫാമിലി ടൈമൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിൻറ്റേജ് വില്ലയുടെ പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ ഇത്. സുഖമായിട്ട് ഒരു 5-6 കാറുകൾക്ക് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കോട കയറി നല്ല രസമായിരുന്നു കേട്ടോ. സന്ധ്യ ആയപ്പോൾ കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ട് ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ആ സമയത്ത് ഇവിടെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കാനായിട്ട്.
അത്ഭുതപ്പെടുത്തിയത് വേറൊന്നുമല്ല കേട്ടോ, പിറ്റേ ദിവസം രാവിലത്തെ സൺറൈസ് വ്യൂ ആണ്. ഒമ്പോ കാണാം, നമുക്ക് പുറകെ കാണാം. അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് നമുക്ക് ഈ താജ്മഹൽ വിൻറ്റേജ് വില്ല കൊടൈക്കനാലിൽ നിന്ന് നമുക്ക് കിട്ടുക. സൺറൈസ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. കൊടൈക്കനാലുള്ള ഭൂരിപക്ഷം ഹോട്ടലുകൾ സിറ്റിയുടെ ഉള്ളിലാണ്, അവർക്ക് ഇതുപോലത്തുള്ള വ്യൂ ഒന്നും കിട്ടില്ല. അപ്പോൾ എങ്ങനെയാ, ബാഗ് ബാക്കിയല്ലേ, കൊടൈക്കനാലിലേക്ക് പോരുകയല്ലേ? കൊടൈക്കനാലിൽ വന്നിട്ട് ഈ താജ്മഹൽ വിൻറ്റേജ് വില്ലയിൽ താമസിക്കല്ലേ? അങ്ങനെ സൺറൈസൊക്കെ ആസ്വദിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലോ ഹോംലി മെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ദോശ ഇങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 നേരം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അതായത് ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഈ 3 നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ഞങ്ങൾക്ക് മൊത്തം വന്നത് 1200 പക്ഷേ ഞങ്ങൾ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ഈ താജ്മഹൽ വിൻറ്റേജ് വില്ലയെ പറ്റി കൂടുതൽ അറിയാനോ ബുക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് ഈ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 7025811199 ഓർ 7025911199 അല്ലെങ്കിൽ birdsholiday@gmail.com മെയിൽ അയച്ചാലും മതി. ഈ കൊടൈക്കനാൽ റിസോർട്ടിൻ്റെ വീഡിയോ, താജ്മഹൽ വിൻറ്റേജ് വില്ലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതുക, മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്